പെട്ടെന്ന് ശമ്പളം ഇല്ലാതായപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു ദിവസം ഒരു 10 മണിക്കൂറോളം ഞാൻ ആപ്പിൽ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു എയിം സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ട്, ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പഠിച്ചു തുടങ്ങിയാൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നവരെ അല്ലെങ്കിൽ ഫസ്റ്റ് ഒപ്പിടുന്നവരെ പഠിക്കുന്നതാണ് അടുത്ത കാര്യം. കേരള ബാങ്ക് സക്സസ് സ്റ്റോറി സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ള റാങ്കാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. തേജസ് റാങ്ക് നമ്പർ 9 ആണ് ഓപ്പൺ കാറ്റഗറിയിൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ്. തേജസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തേജസ് ശരിക്കും ഇപ്പോൾ സഹകരി വന്നിട്ട് എത്ര മോനെ? ഇപ്പോൾ 1 വർഷമായി സാർ. 1 വർഷമായി. അപ്പോൾ കേരള ബാങ്കിൻ്റെ സമയത്ത് അതിന് മുന്നേ CSCBക്ക് വേണ്ടി വേണ്ടിയിട്ടാണ് ആദ്യം JCIക്ക് വേണ്ടിയിട്ടാണ് വന്നത് അല്ലേ? അതെ സാർ. ഓക്കെ. അപ്പോൾ JCIക്ക് വേണ്ടി വന്നു. അതിനു വേണ്ടിയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ നമ്മൾ കവർ ചെയ്യുന്ന ആൾക്കാർ HDCക്കാരാണ്. ബികോം കോർപ്പറേഷൻകാർ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ 9ാം റാങ്ക് മേടിച്ചത് ബികോം കോർപ്പറേഷൻകാരനാണ്. അതൊരു വലിയ സന്തോഷമാണ് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമുക്ക് തേജസിൻ്റെ പഠന വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മുടെ ഈ സഹകരണ മേഖലയിലേക്ക്, അതായത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ +2 കഴിഞ്ഞിട്ട് ബികോം കോർപ്പറേഷൻ എന്ന സ്ട്രീമിലേക്ക് നമ്മൾ വന്നതിൻ്റെ പിന്നിൽ ഉള്ള ആ ഒരു ബേസിക് തോട്ട് എന്തായിരുന്നു? സാർ, ഞാൻ PG കഴിഞ്ഞിട്ട് 2 വർഷം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പെർമനൻറ്റ് ജോലി വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പം വീട്ടുകാർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു പെർമനൻറ്റ് ജോലി വേണമെന്നുള്ളത്. അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതെ സാർ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് JCIയുടെയും കേരള ബാങ്കിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിട്ടിറങ്ങി. എത്ര ശമ്പളം ഉണ്ടായിരുന്നു അവിടെ? കുറവായിരുന്നു, 15,000 മാസം 15,000 ശമ്പളം ഉണ്ടായിരുന്ന ഒരു ജോലിയിൽ ഒരു ചെറിയൊരു സേഫ് സോണിൽ നിന്നൊരു വ്യക്തി പഠിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും സേഫ് സോൺ പൊട്ടിച്ച് കളയാം അല്ലേ? പെട്ടെന്ന് ശമ്പളം ഇല്ലാതായപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ സമയത്ത് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും നമ്മുടെ വണ്ടിയുടെ CC അങ്ങനെ കൊണ്ടായിരുന്നോ? ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായില്ല. എന്തായാലും നമുക്ക് ഓൺലൈനിൽ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ സാറിൻ്റെ ഒരു വെബിനാർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സഹകരിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഓഫ്ലൈൻ്റെ ആവശ്യമില്ല, പഠിക്കാൻ തയ്യാറായാലും ഓൺലൈൻ മതി എന്നുള്ള ഒരു വിശ്വാസവും കോൺഫിഡൻസും വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമുക്കിപ്പോൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ അത് ഓൺലൈനിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ JCIയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ JCIയിൽ നമ്മളൊരു 65 സംതിങ് ഉണ്ട്. അപ്പോൾ ആദ്യ റാങ്കുള്ള ഒരാളായിരിക്കും. JCIയുടെ കഴിഞ്ഞിവിടെ വരേണ്ടതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ JC റിസൾട്ട് വന്നിട്ടില്ല, ഇനി ഇൻ്റർവ്യൂ എല്ലാം ഉണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമ്മളിപ്പോൾ CSCBയിലും വന്നല്ലേ? അതെ സാർ, CSCBയിലുണ്ട്. ഇപ്പം കാരഫെഡ് അക്കൗണ്ടിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ മൊത്തം 4 റാങ്ക് ലിസ്റ്റുകളിലേക്കാണ് ഏകദേശം 1 വർഷത്തെ പ്രിപ്പറേഷൻ കൊണ്ട് തേജസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ തേജസിൻ്റെ ഡെയിലി പാറ്റേൺ എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ പറഞ്ഞ നമ്മളെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസത്തിൻ്റെ നിങ്ങൾ രാവിലെ എങ്ങനെ തുടങ്ങി, എന്ത് ചെയ്യും? ഒരു ദിവസം ഒരു 10 മണിക്കൂറോളം ഞാൻ ആപ്പിൽ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു സാർ. അതിപ്പോൾ ക്ലാസ്സുകൾ കാണാനാണെങ്കിലും PDF നോട്ട്സ് വായിക്കാനാണെങ്കിലും. പിന്നെ സാർ ഇടയ്ക്ക് പറയാറുള്ള റിവേഴ്സ് റിവിഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജി വളരെയധികം എഫക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം ആപ്പിലെ കംപ്ലീറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ എക്സാം തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ചെയ്യാനുള്ള. വെരി ഗുഡ്. അപ്പോൾ ശരിക്കും ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ വരുന്ന കുട്ടികളുടെ മൊബൈൽ ഫോണിലെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് തേജസിനെ പോലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇതുപോലെ വിജയം നേടിയേ അടങ്ങൂ എന്നുള്ള ആൾക്കാർ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു എഫേർട്ട് അത്രയും എത്തുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ സ്ക്രീൻ ടൈം നോക്കിയാൽ സ്ക്രീൻ ടൈമിൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സഹകാരി ആപ്പ് ഏറ്റവും ടോപ്പിൽ നിൽക്കും അല്ലേ? ഏറ്റവും ടോപ്പിൽ നിൽക്കും. അങ്ങനെയുള്ള ആൾക്കാർ റിസൾട്ട് വരും, നമുക്ക് ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, അല്ലെ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുക. അതായത് റിവേഴ്സ് റിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ വിജയിച്ച എല്ലാ കുട്ടികളും അത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പരീക്ഷയുടെ ആ ഒരു റിവിഷൻ തുടങ്ങുന്ന സമയത്തിന് ഇത് കാര്യം പറയും. വേറെ ഒന്നുമല്ല, ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ക്ലാസ്സിൻ്റെ കണ്ടന്റിനെ ക്രോസ് കട്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലേ, അതാണ് ഓരോ ക്ലാസ്സിലും നമ്മൾ തരിക. ഇതിനെ നിങ്ങൾ
തിരിച്ച് ചെയ്യുക. അതായത് നമ്മൾ റിവിഷൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരു തവണ പരീക്ഷ നോക്കാതെ പഠിക്കാതെ എഴുതുക. അതായത് നേരത്തെ പഠിച്ച കാര്യമാണല്ലോ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് എഴുതുക. പിന്നെ തെറ്റിയ കാര്യങ്ങൾ ഏതാണെന്ന് നോക്കുക. പിന്നെയും ഈ പരീക്ഷ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ റിവേഴ്സ് സ്ട്രാറ്റജി. അപ്പോൾ അത് വിജയിച്ച ഒരാളാണ്. വെരി ഗുഡ്. എല്ലാവരും പറയാറുണ്ട് വിജയിച്ചു വന്ന ആൾക്കാർ. പക്ഷേ കുറേ ആൾക്കാർ ഇയാളിത് എന്ത് പറയുന്നത്, ഇവരെന്താ പറയുന്നത് വെച്ചിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു ഉറപ്പായിട്ട് കോൺഫിഡൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഉറപ്പായിട്ട് ആ കോൺഫിഡൻസ്, ആ ഒരു ടോപ്പിക്ക് നമ്മുടെ കയ്യിലായി എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ മതിയത്തുള്ളൂ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഇത് പറഞ്ഞില്ല, നമ്മുടെ ഡെയിലി പാറ്റേൺ എങ്ങനെയാണ്? എത്ര എനിക്ക് എഴുന്നേക്കും? രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സർ എണീക്കുന്നത്. പക്ഷേ നൈറ്റ് ഒരു 12 മണി വരെ പഠിക്കാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ റിഫ്രഷിങ് ആക്ടിവിറ്റീസൊക്കെ ഏർപ്പെടുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ? ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 1 മണിക്കൂർ പഠിച്ചാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാറുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും പഠിക്കും. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഏകദേശം 1ാം റാങ്കിന് തുല്യമായിട്ടുള്ള സ്കോറാണ്. ആ ഒരു ചെറിയൊരു ഡിഫറൻസിലാണ് 9ാം റാങ്കിലേക്ക് പോയത്. അപ്പോൾ ഇത്രയും പേര് മത്സരിക്കുന്ന പരീക്ഷയിൽ ഈ ആദ്യത്തെ 10നുള്ളിൽ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ വെരി സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ 1 മണിക്കൂർ പഠിച്ചിട്ട് 5 മണിക്കൂർ ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ബ്രേക്ക് എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് നമ്മളെപ്പോഴും ഇവരോട് പറയാനുള്ള കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്നതുകൊണ്ട് നമ്മൾ സ്ട്രെയിൻ ഔട്ടായി പോകും. നമ്മളെ കൊണ്ട് നമ്മൾ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മനസ്സ് വിചാരിക്കും നമ്മൾ പഠിക്കുകയാണ് എന്ന് വിചാരിക്കും, അങ്ങനെ സന്തോഷിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ എഫക്റ്റീവ്നെസ് വളരെ കുറവാണ്. അപ്പോൾ കൃത്യമായ ഇടവേളകൾ എടുക്കണം എന്ന് തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം. അതുപോലെയാണ് ആ ഒരു കാര്യം. പിന്നെ റിവിഷൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തേജസ് പറഞ്ഞു. അപ്പോൾ തേജസിൻ്റെ കുടുംബാംഗങ്ങൾ അച്ഛനമ്മ ഞാൻ മാത്രമേ ഒറ്റ മകനാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും തേജസ് ഈ ഒരു വിജയ തേജസ്സോടുകൂടി 9ാമത്തെ റാങ്കിൽ നിൽക്കുന്നു. JSCയുടെ റാങ്ക് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വരവ് നടക്കില്ല, കാരണം ഇത്രയും ദൂരെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരിക്കലും നമ്മൾ എന്തായാലും കാണും. ഒരിക്കലും അല്ല, ഇനി എന്തായാലും ട്രിവാൻഡ്രം ആയിട്ട് ബന്ധപ്പെട്ട് നിന്നല്ലേ പറ്റത്തുള്ളൂ, നമുക്ക് കാണാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം BCom കോർപ്പറേഷൻ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോർപ്പറേഷൻ എടുത്തിട്ട് ഇതുപോലെ പ്രൈവറ്റ് ജോലികളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ BCom ഉണ്ട്, കോർപ്പറേഷൻ എലക്റ്റീവ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊക്കെ തേജസ്സിന് എന്താണ് പറയാനുള്ളത്? ഒരു എയിം സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ സ്ഥിരോത്സാഹം ഉണ്ടായിരിക്കണം. ഒരു പഠിച്ചു തുടങ്ങിയാൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നവരെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒപ്പിടുന്നവരെ പഠിക്കുന്നതാണ് അടുത്ത കാര്യം. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കോർപ്പറേഷൻ ബേസ് ചെയ്തിട്ട് ഇനി വരാനുണ്ട്. അതിപ്പോൾ അവസരങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ എന്തായാലും ജോലിക്ക് കയറാൻ പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, വിജയത്തിലേക്ക് എത്തുക. താങ്ക് യു വൺസ് അഗൈൻ.